കടന്നു വരുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പേരാവൂരിൽ നിന്നുള്ള UDF അംഗം, നിലവിലെ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി കൂടിയാണ് സണ്ണി ജോസഫ്. നിയമസഭയിലേക്ക് 4ാം ഊഴമാണ് സണ്ണി ജോസഫിന്. പേരാവൂരിൽ KK ശൈലജ ടീച്ചറെ തോൽപ്പിച്ചാണ് സണ്ണി ജോസഫിൻ്റെ വരവ്. സണ്ണി ജോസഫാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. I, Sonni Joseph, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇംഗ്ലീഷിലാണ് സണ്ണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്തത്. 120 പേർ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുന്നു. 121ാമനായി കടന്നു വരേണ്ടത് ഏറ്റുമാനൂരിൽ നിന്നുള്ള ശ്രീ നാട്ടകം സുരേഷ്. ഏറ്റുമാനൂരിൽ നിന്നുള്ള UDF അംഗം നാട്ടകം സുരേഷാണ്. കടുത്ത മത്സരത്തിൽ മന്ത്രി കൂടിയായിരുന്ന VN വാസവനെ 19,752 വോട്ടിന് തോൽപ്പിച്ചാണ് നാട്ടകം സുരേഷ് ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ച് MLA ആകുന്നത്. നാട്ടകം സുരേഷാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. നാട്ടകം സുരേഷ് എന്ന ഞാൻ നിയമസഭയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു നാട്ടകം സുരേഷ്. ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തവരുടെ എണ്ണം 121 ആകുന്നു. 122ാമനായി കടന്നു വരുന്നത് AD തോമസ്. ഈ നിയമസഭയിലെ ശ്രദ്ധേയ യുവമുഖങ്ങളിൽ ഒരാളാണ് AD തോമസ്. ആലപ്പുഴയിൽ സിറ്റിംഗ് MLA PP ചിത്തരഞ്ജനെ 21,015 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കന്നി മത്സരത്തിൽ തന്നെ ജയിച്ച് അട്ടിമറി വിജയത്തിലൂടെ AD തോമസ് നിയമസഭയിലേക്ക് എത്തുന്നത്. AD തോമസിന് ഊഴമാണ് അടുത്തത്. AD തോമസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടും കൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ പ്രതിജ്ഞയെടുക്കുന്നു AD തോമസ്. അടുത്ത ഊഴം ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള UDF അംഗം തോമസ് ഉണ്ണിയാടൻ്റേതാണ്.